നമ്മള് പഠിക്കുന്ന രീതിയും പഠിപ്പിക്കുന്ന രീതിയും മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും ആവശ്യമില്ല. മാക്സിമം പഠിക്കുക, മാക്സിമം പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോവുക. സന്തോഷത്തിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു SBI ക്ലർക്കിന്റെ റിസൾട്ട് വന്നു, മെയിൻസിന്റെ റിസൾട്ട് വന്നു. നമ്മുടെ അഭിനവ് ഇപ്പോ 22 വയസ്സേ ഉള്ളൂ. 2024 ജൂണില് നമ്മുടെ ബാച്ച് എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ അച്ചീവേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ് ഇപ്പൊ SBI ക്ലർക്കായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ കിട്ടുമെന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ അതിന്റെ മാർക്ക് സ്കോർ കാർഡ് വന്നപ്പോഴാണ് കട്ട് ഓഫ് ഒരുപാട് മുകളിലാണ്. വളരെ കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുള്ളൂ. നല്ല ടഫായിരുന്നു ഇന്നലെ മനസ്സിലായപ്പോഴാണ്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് മനസ്സിലായത്. അഭിനവ് ഡെയിലി എത്ര അവേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട്? ഏകദേശം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനുപരി സ്പെൻഡ് ചെയ്യുന്ന ടൈം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടു. അത് സ്മാർട്ട് വർക്കാണ് എക്സാക്ട് ആയിട്ട് ചെയ്തത് അല്ലേ? ഓക്കെ. ഇപ്പോൾ എത്ര വർഷമായി? ഒരു വർഷമായിട്ടുള്ളൂ. ഞാൻ 2024 മെയ്യിലാണ് ക്ലാസ് കയറിയത്. തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏപ്രിലാണ് എക്സാം വന്നത്. ഏപ്രിൽ 10-ാം തീയതി അതിൽ ക്ലിയർ ആവുകയും ചെയ്തു അല്ലേ? ഇപ്പോ ഏറ്റവും ഹാപ്പി ആരായിരിക്കും വീട്ടിൽ? അമ്മ, ചേച്ചി. എന്തുകൊണ്ടായിരിക്കും അവർ ഏറ്റവും ഹാപ്പി ആയത്? അമ്മ ഇപ്പോ ഹെഡ് മിസ്ട്രസ് ആണ്. ഗവൺമെന്റ് LP സ്കൂളാണ് ചെറുപുറം. അവിടെ ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പൊ ഞാനിത് മിഞ്ഞാന്ന് വൈകിട്ട് 3 മണിക്കാണ് റിസൾട്ട് വന്നത്. അപ്പൊ അമ്മേനെ വിളിച്ചപ്പോ എന്തോ ഒരു മീറ്റിംഗിലായിരുന്നു. അമ്മ ഇങ്ങനെ കൺഗ്രാറ്റ്സ് മാത്രം പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്തോ മീറ്റിംഗിലാണ്. എന്നിട്ട് ഞാൻ അമ്മേനെ പിക്ക് ചെയ്യാൻ പോയി. അമ്മേനെ പിക്ക് ചെയ്യാൻ പോയപ്പോ അമ്മ പറഞ്ഞു ഞാൻ മീറ്റിംഗിലായിരുന്നു, എനിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു പഠിക്കുന്നത്? അപ്പം നമ്മുടെ ഓൺലൈൻ അച്ചീവേഴ്സ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അന്ന് മുതലുള്ള ആ ഒരു ജേർണി അച്ചീവേഴ്സ് ബാച്ചിൽ എന്റെ ബിടെക് കഴിയുന്നത് ജൂണിലാണ്. 2024 ജൂണിലാണ് കഴിയുന്നത്. ഞാൻ 2024 മെയ്യിലാണ് അച്ചീവേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാസക്കാലം എനിക്ക് ബിടെക് ഫൈനൽ സെമസ്റ്റർ എക്സാമിന്റെ സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ബേസിക്സ് ഒക്കെ ആയിരുന്നു, കുറെയൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. കുറച്ച് കാലങ്ങൾ മാത്രമേ നോട്ട്സ് അധികം എഴുതി വെക്കുന്ന സംഭവം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അധികം പ്രാക്ടീസ് ആണല്ലോ വരുന്നത്. എൻ്റെ മുത്തശ്ശനൊരു പലചരക്കടയുണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് അവിടെ പോയിരിക്കും. നമ്മൾ മെയിനായിട്ട് ഈ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ മുത്തച്ഛനെ സഹായിക്കുകയും ചെയ്യാം, ഇതിന്റെ കൂടെ പഠിത്തവും നടക്കും. അതെ അതെ. അപ്പൊ മുത്തശ്ശനും ക്ലാസ് ഒക്കെ ഉണ്ട്, മുത്തശ്ശന്റെ കൂടെ പഠിത്തം. അപ്പം ആ ഒരു ജേർണി വളരെ ഹാപ്പി ആയിട്ടൊരു ജേർണി ആയിരുന്നു ശരിക്കും. അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുമ്പോൾ? പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റാറുണ്ട്. അഭിനവ് ഓരോ സബ്ജക്റ്റിനും എത്ര ടൈമാണ് അലോട്ട് ചെയ്യാറുള്ളത്? കോമൺലി നമ്മളിപ്പോൾ ക്വാണ്ട്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതാണല്ലോ കൂടുതൽ പഠിക്കുന്നതെന്ന് പറഞ്ഞതല്ലേ? എങ്ങനെയാണ് ടൈം അലോട്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ SBIയുടെ കുറച്ച് മുന്നേ ഒരു 50 ഡേ സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഡെയിലി അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ മതിയായിരുന്നു. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഞാൻ SBI പ്രിലിംസ് എക്സാമിന് പോയ സമയത്ത് അവിടെ പുറത്തൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ചേട്ടൻ ഗ്രാമീൺ ബാങ്ക് ക്ലർക്കാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഗ്രാമീൺ ബാങ്ക് അത്യാവശ്യം നല്ല ഇത് തന്നെയാണ്, ഇപ്പോൾ SBI ക്ലർക്ക് പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞു ഗ്രാമീൺ ബാങ്ക് കാസർഗോഡാണ്, അവിടെ മലയാളം മാത്രം പോകില്ല, കന്നഡ, തുളു എല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു സൈലം ഓൺലൈനാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു പറയുന്നോണ്ടൊന്നും തോന്നിയാൽ നിനക്ക് കിട്ടൂല. എന്താ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് കിട്ടൂല എന്ന്. ഞാൻ വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഓൺലൈനിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം, എന്നിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മാസം പിന്നെ കൊല്ലത്താണ് പൊതുവെ ബാങ്കിങ്ങിന്റെ ഒരു ഹബ് എന്ന് പറയുന്നത്. കൊല്ലത്ത് ഓഫ്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 6 മാസം. 6 മാസം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അങ്ങനെ കയറാൻ പറ്റുള്ളൂ. ഈ ഓൺലൈൻ കൊണ്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ പ്രിലിംസ് എങ്ങനെയാലും ക്ലിയർ ആയി പോയിരിക്കും, പക്ഷെ മെയിൻസ് ഒന്നും അടുക്കാൻ പറ്റൂല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ചേട്ടനെ കണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറയായിരുന്നു. എന്തായിരിക്കും മറുപടി? നമ്മള് പഠിക്കുന്ന രീതിയും പഠിപ്പിക്കുന്ന രീതിയും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. മാക്സിമം പഠിക്കുക, മാക്സിമം പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോവുക. അവന് നിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ് സൈലം ബാങ്കിങ് ക്ലാസ് എടുക്കാൻ വിചാരിക്കുന്നു, കൊള്ളാവോ, എങ്ങനെയുണ്ട്, ഓൾറെഡി ക്രാക്ക് ചെയ്ത ആളല്ലേ, എന്ത് പറയും ആളോട്? വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു. എല്ലാ ടീച്ചർമാരും, ഇപ്പോൾ അഞ്ജു മിസ്, രേവതി മിസ്,
ഹരിസാറ്, മുസ്ലിംസ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് തരുന്ന വർക്കൗട്ട് പേപ്പേഴ്സ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്ത് തരാറുണ്ട്. ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ രേവതി മിസ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ച്. അതുപോലെ ഇതുവരെ പ്രാക്ടീസ് സെറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രേവതി മിസ്സിൻ്റെ ക്ലാസ്സുകളിൽ ആദ്യം പ്രാക്ടീസ് സെറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സൈലത്തിൽ എല്ലാ ബാച്ചിലും കൊടുക്കുന്നത്. ഈ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ബാങ്ക് എക്സാം ടഫാണ് എന്നൊരു ഫീലിംഗ് അവർക്കുള്ളിലുണ്ട്. സാധാരണക്കാരനായി പഠിച്ച് ജയിച്ചാൽ അതിനാണ് എന്താണ് കിട്ടുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. രേവതി മിസ്സിന് നമ്മുടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, കിട്ടുമെന്ന് വിശ്വസിച്ച് തന്നെ പഠിക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, കിട്ടും. വേറെ ആരും കൊണ്ടുപോകുന്നില്ല, നമുക്കുള്ള തന്നെയാണ്. കോണ്ട് പഠിച്ചതിന്റെ സ്ട്രാറ്റജി അവരോടൊന്ന് ഷെയർ ചെയ്യാം. കോണ്ടാണ് എല്ലാവർക്കും ഇച്ചിരി ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്. കോണ്ട് ഇതുപോലെ ക്ലാസ് തുടങ്ങിയ സമയത്ത് വിഷ്ണു സാറായിരുന്നു ഉണ്ടായിരുന്നത്. വിഷ്ണു സാർ അപ്പം തന്നെ പറയുമായിരുന്നു, അതായത് നമ്മൾ കാണുന്നിടത്തൊക്കെ ഉണ്ട് മാത്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു വണ്ടിയുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിന് 2 ഡിജിറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ കാണുന്നവർക്കൊക്കെ കണക്ക് വെറുതെ ചെയ്ത് നോക്കുക. അങ്ങനെ സ്പീഡായി വരുമ്പോൾ എല്ലാം പെട്ടെന്നാവും. റീസണിങ് ക്ലാസ് ഇതുപോലെ പറയുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്പീഡായിട്ടും ഏറ്റവും കൂടുതൽ ക്ലാസ്സും കിട്ടിയിട്ടുള്ള 5 മിനിറ്റ്സിന്റെ ക്ലാസ്. ഞാൻ ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ എടുത്തു നോക്കുമ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഒരു 4 അവർ ആയിട്ടുള്ളൂ. 5 മിനിറ്റ്സിന്റെ റീസണിങ് ക്ലാസ് 20 അവർ ആയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ്സ് നല്ലോണം കൂടുതൽ ക്ലാസ്സുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമുക്ക് സമയം തരും. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് അത് ചെയ്യേണ്ട രീതി പറഞ്ഞു തരും. ഓക്കെ, പിന്നെ അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞല്ലേ, കോണ്ടും റീസണിംഗിന്റെ ഒക്കെ പറഞ്ഞു. നമുക്ക് മെയിനായിട്ടും മെയിൻസിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും 2 കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും അല്ലേ. എല്ലാ കുട്ടികളും കുറച്ച് പിന്നെ പഠിച്ച് പോവാമെന്ന് വിചാരിക്കുന്ന 2 സെക്ഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സെക്ഷനാണ് ഈ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും തീരില്ല. അതങ്ങനെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്, ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന എക്സാം മുന്നിൽ കണ്ടിട്ടോ അത് എത്രയോ അകലെയുള്ള എക്സാം ആയിക്കോട്ടെ, എന്നാൽ പോലും വീക്കിലി തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഒരു ബേർഡനായിട്ട് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ വീക്കിലി തന്നെ എല്ലാം കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഏത് ക്ലാസ്സിലാണെങ്കിലും കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് പണിയാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ക്ലാസ്സിൽ ഉപരി പുറത്തുനിന്ന് കിട്ടുന്ന നോട്ട്സ് അങ്ങനെയുള്ള എല്ലാം കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. ക്വാണ്ടിന്റെ കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വായിക്കുക, നമ്മൾ എഡിറ്റോറിയൽസ് വായിക്കുക, അതുപോലെ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി വായിക്കാം. അതെ എഡിറ്റോറിയൽസ് അതെ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെ, നമ്മൾ വായനയുടെ സ്പീഡും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ എല്ലാം മാറുന്നുണ്ട്. എഡിറ്റോറിയൽസ് വായിക്കുമ്പോൾ മെയിനായിട്ട് RC റീഡിംഗ് കോംപ്രഹെൻഷൻ വളരെ എളുപ്പമായിട്ട് മാറുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ എഡിറ്റോറിയൽസ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ നാച്ചുറലി എറർ ഡിറ്റക്ഷൻ ഒക്കെ നമ്മൾ ആ പാസയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള സാധനം നമുക്ക് ഫീൽ ചെയ്യും. അഭിനവിന്റെ സ്ട്രാറ്റജിയും അഭിനവിന്റെ പഠന രീതികളും അഭിനവ് എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്നൊക്കെ അഭിനവ് നമ്മളോട് ഷെയർ ചെയ്തു. അതെ, മെയിൻ ആയിട്ട് അഭിനവ് ചെയ്തത് സ്മാർട്ട് വർക്ക് ആണ്. സ്മാർട്ട് വർക്കിലൂടെ ഇവിടെ എത്തിയ അഭിനവിന് ഇനിയും ലൈഫിൽ ഒരുപാട് ദൂരം ഇതിനേക്കാൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്നാലും ഞങ്ങളുടെ ആദ്യത്തെ അച്ചീവേഴ്സ് ബാച്ചിലെ ഒരു വിജയം ആണ് അഭിനവ്. അത് അങ്ങോളം അങ്ങനെ തന്നെയായിരിക്കും. അതിലൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആൻഡ് അഭിനവിന്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ അഭിനവിനെ പോലെ പഠിക്കാൻ റെഡിയാണ് എങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പഠിക്കാം. നമ്മള് ഇന്ന് ഓഫ്ലൈൻ പോയാലേ പഠിക്കാൻ പറ്റൂ, ഓൺലൈൻ പോയാലേ പഠിക്കാൻ പറ്റൂ എന്നല്ല. നമ്മൾ പഠിക്കാൻ റെഡിയാണ്. നമ്മളെ പഠിപ്പിക്കുന്നവർ നല്ല എഫേർട്ട് ഇട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പഠിച്ച് വിജയിക്കാൻ സാധിക്കും.